എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണേന്നല്ലേ? ഇന്ന് നമ്മൾ പോകുന്നത് ബാണാസുര ഡാം, അതായത് നമ്മുടെ വയനാട് മൊത്തം പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണെന്നല്ലോ. ഏറ്റവും കൂടുതൽ പ്രകൃതി സൗന്ദര്യം അത് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ. ഒട്ടുമിക്കവർക്കും ഈ ഡാം കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാത്തവർക്കായിട്ട് A to Z കാര്യങ്ങൾ ഈ ഡാമിനെ പറ്റിയും അവിടേക്ക് പോകാനുള്ള വഴിയെ പറ്റിയും നമുക്കവിടെ വരുന്ന ചിലവുകൾ എത്രയാണെന്നും അതുപോലെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെ A to Z കാര്യങ്ങൾ നമ്മളിതിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. കണ്ടാലേ ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഒന്നിച്ച് യാത്ര പോകാം. സുമാർഗം വന്നിറങ്ങുന്നവർക്ക് ഇവിടെ വെറും 10 രൂപ നിരക്കിൽ നമുക്ക് ഓട്ടോ കിട്ടും കേട്ടോ. നേരെ നമ്മളെ കൊണ്ടുപോയിട്ട് അത് നമ്മുടെ ഡാമിൻ്റെ മെയിൻ എൻട്രൻസിൽ ഇറക്കി വിടും. വെറും 10 രൂപ കൊടുത്താൽ മതി. 5 ആൾ വേണമെന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും അവിടെ ആൾക്കാരുണ്ടാവും നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണല്ലേ. ഒരു ഫ്രെയിമിൽ ഒരു ചിത്രകാരൻ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഡാമിൻ്റെ സ്പിൻ ബേ. ഇത് മഴയാകുമ്പോൾ ഈ ഷട്ടറുകളാണ് തുറക്കുന്നത്. നമ്മുടെ മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ വന്നിട്ട് നമ്മൾ 35 രൂപ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 35 രൂപയാണ് ടിക്കറ്റിന്. ഈ കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും കൂടെ തിരിച്ചു പോകാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് നടന്ന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ആരും തിരിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്കിവിടെ ഈ ടൂറിസത്തിൻ്റെ തന്നെ നമ്മുടെ വയനാടിൻ്റെ ഇത് ട്രാവലർ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് നടന്ന് ഈ ഡാമിൽ കയറാൻ പറ്റാത്തവർക്ക്, ഇപ്പോൾ വെയിലൊക്കെ അല്ലേ, കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും നമുക്ക് നടക്കാൻ പറ്റില്ല. അവിടെ കൊണ്ടുപോയി നമ്മളെ ഇറക്കി വിടും. 25 രൂപയുള്ളൂ ഒരാൾക്ക് ടിക്കറ്റിന്. അത് തിരിച്ച് നമുക്ക് അവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ നമുക്ക് തിരിച്ച് വരികയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡാമെത്തി. ഇവിടെ ഈ വെയിലൊന്നും ആരും കണക്കാക്കണ്ട കേട്ടോ. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തണുത്ത കാറ്റാണ് വീശുന്നത്. അതുകൊണ്ട് ഈ വെയിൽ നമ്മൾ വെയിലത്താണോ നിൽക്കുന്നതെന്നൊന്നും നമുക്ക് പറ്റില്ല. ആ വെയിലടിക്കുമ്പോൾ നമുക്ക് ആ ഒരു മുഖത്തിനൊക്കെ ഉള്ള ഒരു അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ പ്രത്യേകം ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പാമ്പുകളെ സൂക്ഷിക്കാമെന്ന്. ഇവിടെ ആർക്കും ഇറങ്ങാനൊന്നും അലൗഡ് അല്ല. എന്നാലും എന്തെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അവിടെയൊക്കെ പാമ്പുകൾ ഉണ്ടാവുമായിരിക്കും. കല്ലും കൂട്ടങ്ങളല്ലേ നിറച്ചും ഉണ്ടാവും. നമ്മുടെ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇനിയാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണണം, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തൊരു മനോഹരമാണല്ലേ. നമ്മുടെ ക്യാമറയിൽ കുറച്ച് ഈ വെയിലിൻ്റെ ഇതൊക്കെ തട്ടിയിട്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരു ഹായ് പറഞ്ഞു. ഓക്കെ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മാനന്തവാടിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഞങ്ങളുടെ റൂട്ട് അതാണ്. ഞങ്ങൾ കോളേരി എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ നിന്നും നേരെ ബസ് കയറി 4 മൈൽ ഇറങ്ങും. മാനന്തവാടി ബസ് കയറി 4 മൈൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും നമ്മൾ പടിഞ്ഞാറത്തറയ്ക്ക് വേറെ ഒരു ബസ് കയറും. 2 ബസ് കയറണം. അതായത് എല്ലാം കുറഞ്ഞ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. സാധാരണക്കാരന് എപ്പോഴും അവരുടെ ആ സാമ്പത്തിക ശേഷിയിൽ ഒതുങ്ങാവുന്ന ടൂറിസം മേഖല തന്നെയാണ് വയനാടുള്ളത്. അവിടെ ആർക്കും വരാം. നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള സാമ്പത്തികത്തിനനുസരിച്ചിട്ടുള്ള ടിക്കറ്റുകളാണ് എല്ലാ ടൂറിസത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ളത് വയനാട്ടിൽ. മറ്റുള്ള സ്ഥലത്തെപ്പറ്റി എനിക്ക് അത്ര ഇതായിട്ട് അറിയത്തില്ല. അവിടെ നിന്നും പടിഞ്ഞാറത്തറ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, 10 രൂപ ടിക്കറ്റ് നിരക്കിൽ നമുക്കവിടെ എപ്പോഴും ഓട്ടോ ഉണ്ടാവും. അതിൽ കയറി അവർ നേരെ നമ്മളെ മെയിൻ എൻട്രൻസിൽ കൊണ്ടിറക്കും. അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളുള്ളൂ. നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വെറും കുടിവെള്ളം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതായത് കുപ്പിവെള്ളം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങണം. അവിടെ ഇപ്പോൾ ഫുഡിൻ്റെ ഇതൊന്നുമില്ല, ഐസ്ക്രീം ഇല്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. അതൊക്കെ അവിടെ നിർത്തലാക്കിയിരിക്കുകയാണ്. പരിസ്ഥിതി മലിനീകരണം എന്നാണ് കാരണം പറയുന്നത്. എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഭക്ഷണം കൊണ്ടുപോയി. എല്ലാവരും വിശന്നിട്ട്, വന്നവരൊക്കെ വിശന്നിട്ട് എല്ലായിടത്തും വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന്. പക്ഷേ അതെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കും എല്ലാം ഭക്ഷണത്തിൻ്റെ കാര്യം നിർത്തിയത്. ഇത് ബോട്ടിങ്ങിന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഓൺലൈനാണ് കേട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ആ കൗണ്ടറാണ്. ഒരു 5 ആൾക്ക് സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് 1000 രൂപ.
അത് നമുക്ക് നമ്മുടെ കൂടെ 5 ആളില്ല, അതല്ലെങ്കിൽ നമ്മൾ ഒരാളേ ഉള്ളൂ, ആരെങ്കിലും കയറുന്ന കൂടെ നമുക്കത് ഷെയർ ചെയ്യാം. അവർ അടയ്ക്കുന്ന ബില്ലിൻ്റെ കൂടെ പൈസ കൊടുത്താൽ മതി. അങ്ങനെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പരിസ്ഥിതി മലിനീകരണം വരാത്ത വിധത്തിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫുഡ് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വിശന്ന് ചാവും. എനിക്ക് കിട്ടിയത് ഒരു സിക്ക് ഫാമിലിനെയാണ്. അവർ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അവർ 4 പേരേ ഉള്ളൂ. അപ്പം ആ കൂടെ എനിക്കും കൂടെയുള്ള ടിക്കറ്റ് അവർ ഇതാക്കി. നമ്മൾ പൈസ അവർക്ക് കൊടുത്തു. 200 രൂപയാണ് ഒരാൾക്ക്. ഒരു നഷ്ടമില്ല. ഒരു എത്ര സമയമാണ് നമ്മൾ അതിലെ നിങ്ങൾക്ക് കാണാം, ഒന്നും കളയാതെ നമ്മളെല്ലാതും ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് ഞങ്ങൾക്ക് ബോട്ടിൽ കയറാൻ പറ്റാതെ തിരിച്ചു വന്നു. ഇപ്രാവശ്യം എന്തായാലും അത് നടന്നു കിട്ടി. ഇത് ബാണാസുര സാഗർ ഡാം കാണാൻ വരുന്നവരുടെ എല്ലാവരുടെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയുവാണ്. നിങ്ങളാരും ഇവിടെ വന്നാൽ ബോട്ടിൽ കയറാതെ പോകരുത് കേട്ടോ. ഒരു പ്രത്യേക നമ്മൾ ആ പുറത്തു നിന്നും കാണുന്ന ബാണാസുര ഡാം അല്ല നമ്മൾ ബോട്ടിങ് നടത്തുമ്പോൾ കാണുന്നത്. അതൊരു പ്രത്യേകം നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് വല്ലപ്പോഴും മാത്രം വീണ് കിട്ടുന്ന അസുലഭ സന്ദർഭങ്ങളാണ്, നിമിഷങ്ങളാണിതൊക്കെ. ഇതൊക്കെ ചെയ്യാതെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ ഒരു ഇത് തന്നെയാണ്. ഇനി വീട്ടിൽ നിന്ന് 5 ആൾ പോവുകയാണെങ്കിലും 1000 രൂപ അതൊക്കെ നമ്മളങ്ങ് മാറ്റി വെക്കണം. അതല്ല ഇനിയിപ്പോൾ ഒരാളൊക്കെ ആണല്ലോ 2 ആളാണെങ്കിലും ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ഏഷ്യയിലെ 2ാമത്തെ എർത്ത് ഡാമാണ് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിൽ പശ്ചിമഘട്ടത്തിൽ കബനി നദിയുടെ പോഷക നദിയായ കരമൻ തോട് പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് നമ്മുടെ ബാണാസുര സാഗർ അണക്കെട്ട്. 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 1 കിലോമീറ്റർ നീളത്തിൽ മണ്ണ് കൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എർത്ത് ഡാമെന്ന്. കുറ്റ്യാടി ജലവൈദ്യുതി പദ്ധതിയിലേക്ക്, അതായത് കക്കയണ്ട ജലം എത്തിക്കുക എന്നുള്ളതും വരണ്ട കാലാവസ്ഥയിലുള്ള ഈ പ്രദേശത്ത് ജലസേചനം, കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നുള്ളതുമാണ് ഈ ഡാം കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം. 2004 ഈ ഡാം നിർമ്മാണം പൂർത്തിയായത്. 39.6 ഏക്കർ വിസ്തീർണത്തിലാണ് നമ്മുടെ ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. സ്പിൽവേ വഴിയാണ് വെള്ളം തുറന്നു വിടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ 2ാമത്തെ ഇത്തരത്തിലുള്ള അണക്കെട്ടുമാണ് ബാണാസുര സാഗർ. കൂറ്റൻ കല്ലുകളും പാറക്കല്ലുകളും കൊണ്ടാണ് നമ്മുടെ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ൊക്കെ വലം വെച്ച് നമ്മുടെ ബോട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. 2 സൈഡിലും കാണാം നമുക്ക് റിസോർട്ടുകൾ. ഇങ്ങനെയൊക്കെയുള്ള ഈ റിസോർട്ടുകളൊക്കെ ഇതിനോട് ചേർന്നുണ്ടെന്നുള്ളതൊക്കെ ഇപ്പോഴാണ് ഞാൻ ഇതുവരെ ഇപ്പോൾ ഈ വയനാട്ടിൽ ജനിച്ച് വളർന്ന എനിക്ക് ഇന്ന് വരെ ഈ ബാണാസുര സാഗർ അണക്കെട്ടിലൂടെ ഒരു ബോട്ടിങ് നടത്താൻ സാധിച്ചിട്ടില്ല. ആകെ നമ്മളൊക്കെ പോയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറശ്ശിനിക്കടവിൽ ക്ഷേത്രത്തിൽ പോയപ്പം അവിടെ, അതും ഒരു നല്ലൊരു ഓർമ്മയുള്ള സമയമൊന്നുമല്ല. പിന്നെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു അവസരമാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ സംസാരം തീരാത്തത്. ഒത്തിരിയൊക്കെ ഇങ്ങനെ സ്പീഡ് ബോട്ടിലൊക്കെ യാത്ര ചെയ്തവരാകുമ്പോൾ അവർക്ക് അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അനുഭൂതിയാണ്. നിങ്ങൾക്കൊരു 200 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ ഒരു നഷ്ടമില്ല കേട്ടോ. ഇതൊരു പ്രൊമോഷന് പറയുന്നതോ ഒന്നുമല്ല, എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. ഇതിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ആരും 1 രൂപ പോലും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട, നമ്മൾ ടിക്കറ്റ് എടുക്കണം, ഓരോ ഇതിനും ടിക്കറ്റ് എടുക്കണം. അല്ലാതെ അതൊന്നും അവരാരും നമുക്ക് അനുവദിച്ച് തരത്തില്ല. അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ നാട് ഇതുണ്ടല്ലോ, ഇതൊക്കെ മണ്ണിടിഞ്ഞ് അവിടെ നിന്ന് ഇത്തിരിച്ച് മണ്ണിടിഞ്ഞ് ആ ഒരു ഇതായേക്കുന്ന കേട്ടോ. പക്ഷേ അധികമൊന്നുമില്ല. അടുത്തൂടെ പോകുമ്പം അങ്ങനത്തെ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനോട് ചേർന്ന് അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആ ഭാഗമല്ലാത്തടുത്ത്, അടുത്തല്ല, കുറച്ചങ്ങ് കയറി പോകുമ്പോൾ ഇവിടെ താമസ സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് കുറേ റിസോർട്ടുകളുണ്ട്. അതുപോലെ സുൽത്താൻ ബത്തേരിയിൽ താമസ സൗകര്യം അവൈലബിൾ ആണ്. കൽപ്പറ്റ അങ്ങനെയുള്ള ഭാഗത്തുനിന്ന് എൻ്റെ കൂടെ വന്ന ആ ഫാമിലി അവർ സുൽത്താൻ ബത്തേരിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ബോട്ടിൽ കയറാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണ് അത് ഓടിക്കുന്നത്. അത്ര ഇതായിട്ടാണ്, എന്താ പറയുക, എത്ര നമ്മളെ ഒരു പേടിയും ഇല്ലാത്ത വിധത്തിൽ. ഒരു വെള്ളമൊക്കെ കണ്ടാൽ നമ്മൾ പേടിക്കും, വെള്ളത്തിൽ ഇറങ്ങാൻ പേടി. അങ്ങനെയുള്ള ഞാനൊക്കെയാണ് ഒരു പേടിയില്ലാതെ അതിലിരുന്ന് പോയത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയും ആർക്കും വേണ്ട. നമ്മുടെ വയനാട്ടിൽ വരുവാണെങ്കിൽ വന്ന് ബാണാസുര ഡാം കാണണം. അതിൽ എന്തായാലും ഒരു ബോട്ടിങ് ചെയ്യണം.
പരിചയമില്ലാത്തവർ വന്നാലും അവർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങളും സഹായവുമായിട്ട് ദേ അവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ. ഇവരൊക്കെ കൂടെ ഉണ്ടാവും. ഒരു പേടിയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ അത് കണ്ടില്ലേ, ചെറിയ ബോട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഓടിക്കാനുള്ള സൗകര്യം. ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ്. ഊഞ്ഞാലെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ഊഞ്ഞാലൊക്കെ, പക്ഷേ ഇവിടെയൊക്കെ ആടുന്നത് വലിയവരോ കേട്ടോ. സ്പായുണ്ട്, ഇതിലൊക്കെ നിറച്ചും ആൾക്കാരായിരിക്കും. ഇപ്പം ഇന്ന് വീക്കെൻഡൊന്നും അല്ലാത്ത കാരണം കുറച്ച് തിരക്ക് കുറവാണ്. പിന്നെ ഉച്ച സമയമാണ്, സ്റ്റാഫുകളൊക്കെ ഭക്ഷണം കഴിക്കാനും അതിനും ഇതിനൊക്കെ പോണ സമയമാണ്. നമ്മുടെ കാലൊക്കെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നല്ല തണൽ മരങ്ങളാണ്, എവിടെയും തണൽ വിരിച്ച മരങ്ങളാണ്. ഇവിടെ നോക്കിയാലും തണലുണ്ട്. പക്ഷേ ഏത് വെയിലത്തും നമുക്ക് അവിടെ വെയിൽ കൊണ്ടെന്നുള്ളൊരിത് തോന്നൂല. ഇനിയിപ്പോൾ അടുത്ത കടമ്പയിലേക്കാണ് നമ്മൾ, അതായത് നമ്മുടെ റോപ്പേയിലൂടെ കയറുവാണ്. ഇവിടെ വരെ വന്നതല്ലേ, ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് കളയാൻ സകല ദൈവങ്ങളെ വിളിച്ചിട്ട് പോകും കേട്ടോ. അവർ തന്ന ആ ഒരു ഹുക്കും ജാക്കറ്റും മറ്റേ എന്താ പറയുക ഹെൽമറ്റും ഒക്കെ വെച്ചിട്ട് ഇന്നവർ ഈ സിപ്പ് ലൈനും കൂടി ഒന്ന് പരീക്ഷിച്ചിട്ട് പോകണം കേട്ടോ. ഫോൺ വിടുമ്പോൾ തരാം. കേരളം ബുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് ചാഞ്ഞിരുന്നു നല്ലോണം. പിടിച്ചോ. ലാസ്റ്റ് ചെറിയ ഇതേപോലെ ചെറുക്കുണ്ടാവും, മുഖം കൊണ്ട് അടുപ്പിച്ച് വെക്കരുത്, ബാക്കിലോട്ട് ചാഞ്ഞിരിക്കും. എത്ര വെയിറ്റ് ഉണ്ടാവും? വെയിറ്റ് എത്ര ഉണ്ടാവും? വെയിറ്റ് ഞാൻ 67 ഇത് കൂടിയോ? 70 ഉണ്ടാവായിരിക്കും. റെഡിയാൻ പറ കേട്ടോ, റെഡിയാൻ പറ. റെഡി. എത്തിയോ? എല്ലാവരും ചാനൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് നമ്മൾ ലാസ്റ്റ് കാണാൻ പോകുന്നതാണ് കേട്ടോ, അഡ്വഞ്ചർ ഷോ. അതിൽ ഹൊററും ഉണ്ട് അഡ്വഞ്ചറും ഉണ്ട്. ഇവിടെ ഞാനൊരു ഇതിൽ കയറിയിരിക്കുകയാണ്. എന്താ ചേട്ടാ മാജിക്ക്? എന്താ മാജിക്ക്? അല്ല, അഡ്വഞ്ചർ, അതായത് അഡ്വഞ്ചർ മൂവിയാണ്. ഞാൻ നമ്മുടെ എല്ലാവരുടെയും കൂടെ യാത്ര ചെയ്യാൻ ചേട്ടനെ കാണിക്കണം അല്ലേ? അഡ്വഞ്ചർ മൂവിയാണ്. ഈ സ്ക്രീനിൽ, ഈ കണ്ണട വെച്ചിരുന്ന ഈ സ്ക്രീനിലൂടെ നമുക്ക് എല്ലായിടത്തൂടെയും പോവാം കേട്ടോ. ഈ സ്ക്രീനിൽ ഇങ്ങനെ വരും, നമ്മുടെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. ഒരു കോള് കേട്ടോ. എൻ്റെ അമ്മോ, പാമ്പ് വന്നപ്പോൾ കാലിൻ്റെ കൂടെ പാമ്പൊക്കെ ചുറ്റി പിടയുന്ന. അങ്ങനെ നമ്മുടെ ഈ ഒരു ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ബാണാസുരയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും അതുപോലെ അവിടെ വേണ്ട ഓരോ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനു വേണ്ടി എനിക്ക് അവിടെ ഞാനല്ലാതെ ഓരോ വിധത്തിലും ക്യാമറ പിടിച്ച് തന്ന് സഹായിച്ച അവിടുത്തെ സ്റ്റാഫുകൾ, എൻ്റെ സഹോദരങ്ങൾ, അതുമാതിരി ചേച്ചി സ്ഥാനമുള്ളവർ, അനിയത്തി സ്ഥാനം, അങ്ങനെയുള്ള ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഓരോ ഷെയറാണ് എന്നെപ്പോലെയുള്ള ഈ ഒരു എന്താ പറയുക വീഡിയോ എടുക്കുന്ന ഈ ഒരു ചാനൽ കൊണ്ട് നടക്കുന്നവർക്കൊക്കെ പ്രചോദനം. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം.